ടെക്സ്റ്റാർ. സ്വാതന്ത്ര്യദിന ക്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൺലൈൻ ക്യൂസ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? മീററ്റിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായതെന്ന്? 1885 ഡിസംബർ 28. ഏത് സമരത്തെയാണ് ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ. ദണ്ഡിയാത്ര ആരംഭിച്ചത് എന്ന്? 1930 മാർച്ച് 12. ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെയെല്ലാം? ലാലാ ലജ്പത് റായ്, വിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? സബർമതി ആശ്രമത്തിൽ നിന്ന്. ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത്? ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന്? ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം? 1942. ആരുടെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം? അബ്ദുൽ കലാം ആസാദിന്റെ. വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് ആര്? അംഷി നാരായണ പിള്ള. വേക്ക് അപ്പ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര്? ആനി ബസന്റ്. റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം? 1919. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന അമൃത്സർ ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബിലാണ്. വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയാവുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി? അരവിന്ദ ഘോഷ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരെയാണ്? സരോജിനി നായിഡു. ഉപ്പ് നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര്? ദണ്ഡി യാത്ര. മൗലാന അബ്ദുൽ കലാം സ്ഥാപിച്ച പത്രം? അൽ ഹിലാൽ. അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചത് ആര്? മഹാത്മാഗാന്ധി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ആരാണ്? ജനറൽ ഡയർ. ബംഗാൾ വിഭജനം നടന്ന വർഷം? 1905. ജയ് ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ്? സുഭാഷ് ചന്ദ്രബോസ്. അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചത് ആര്? ഗാന്ധിജി. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യ സത്യാഗ്രഹം? ചമ്പാരൻ സമരം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം? ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ. എവിടെ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്? ബോംബെ. ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ? സരോജിനി നായിഡു. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകൾ? ബാലഗംഗാധര തിലക്. ദണ്ഡിയാത്രയെ അന്നത്തെ വൈസ്രോയി ആയ ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എങ്ങനെ? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം? യങ് ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി കടൽ മാർഗമെത്തിയ വിദേശ ശക്തികൾ?
പോർച്ചുഗീസുകാർ. ഏത് സംഭവത്തിൽ മനം നൊന്താണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത്? ചൗരി ചൗര സംഭവം. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് അരവിന്ദ ഘോഷ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി സുബേദാർ. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്തായിരുന്നു? സമരത്തിന്റെ പ്രചരണാർത്ഥം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെട്ട സമരം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. ഉപ്പു സത്യാഗ്രഹം നടന്ന കടപ്പുറം ഇന്ന് ഏത് ജില്ലയിലാണ്? നവ്സാരി, ഗുജറാത്തിൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര്? മൗണ്ട് ബാറ്റൻ പ്രഭു. നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ? രവീന്ദ്രനാഥ് ടാഗോർ. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത്? 1901 കൽക്കത്ത സമ്മേളനം. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആര്? വള്ളത്തോൾ. താജ്മഹലിനെ കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചതാര്? ടാഗോർ. ഗേഡയിലെ പ്രസിദ്ധമായ കർഷക സമരം നടന്ന വർഷം? 1918. ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിച്ച യുദ്ധം? ബക്സാർ യുദ്ധം. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ദിവസം? 1931 മാർച്ച് 23. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒന്നാമത്തെ ആൾ എന്ന വിശേഷണമുള്ളത് ആർക്ക്? ബാലഗംഗാധര തിലക്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപകൻ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായ വ്യക്തി? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വൈദിക എന്നറിയപ്പെട്ടത് ആനി ബെസന്റ്. ക്വിറ്റ് ഇന്ത്യ സമരം നടത്തിയ കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി? A.O. ഹ്യൂം. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി? പിംഗലി വെങ്കയ്യ. ഈ അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ്. ആരുടേതാണ് ഈ വാക്കുകൾ? ജവഹർലാൽ നെഹ്റു. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലക്ക് പ്രതികാരമായി മൈക്കൽ ഒഡയറിനെ വധിച്ചതാര്? ഉധം സിംഗ്. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി? ബിപിൻ ചന്ദ്രപാൽ.